അശ്വിൻ, ഈ ഗേറ്റ് അടച്ചു കഴിഞ്ഞിട്ടും അതിനകത്തും പുറത്തും ഇങ്ങനെ ആളുകൾ തിങ്ങിക്കൂടുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്മിത, തീർച്ചയായും നമ്മൾ ഈ കാണുന്ന ഈ ഫ്രെയിമിൽ ഒതുങ്ങുന്നതല്ല ഈ ജനക്കൂട്ടം. അത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കാവുന്നതിലും അപ്പുറം ഒരു കടൽ പോലെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് രണ്ട് വശത്തേക്കും. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് പോലീസിനും ഒപ്പം ചുവപ്പ് സേനയ്ക്കും കഴിയുന്നതല്ല. നിലവിലത്തെ സാഹചര്യത്തിൽ അത് വളരെ പണിപ്പെട്ട ഒരു ജോലിയായി മാറുകയാണ്. വളരെ വൈകാരികമായി എത്തുന്ന ആളുകളാണ്. പ്രിയപ്പെട്ട നേതാവിൻ്റെ മരണവാർത്തയറിഞ്ഞ് അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുന്നതാണ്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നടക്കം എത്തിയ ആളുകൾ ഈ ജനക്കൂട്ടത്തിലുണ്ട്. അവരോട് ദേഷ്യപ്പെടാനോ മറ്റ് രീതികളിൽ അവരെ അകറ്റി നിർത്താനോ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഇവിടുന്ന് നടത്തുന്നുണ്ട്. പക്ഷേ അവർ അതിന് തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഇതാ നമുക്ക് കാണാം, ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് ഈ റോഡിൽ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. വളരെ പരിമിതമായ സ്ഥലം മാത്രമാണ് ഓഫീസിനകത്തുള്ളത്. സ്വാഭാവികമായും ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഭൗതികദേഹവുമായുള്ള വിലാപയാത്ര ഇവിടേക്ക് എത്തുകയാണ്. അത് എങ്ങനെ നിയന്ത്രിക്കുമെന്നുള്ള വലിയൊരു ആശങ്ക ഇപ്പോൾ ഈ സംഘാടകർക്ക് മുന്നിലുണ്ട്. സ്വാഭാവികമായും അത് ഒരു വെല്ലുവിളിയായി മാറും. ഇപ്പോൾ ഇതാ ഈ സംഘാടകർ ഇവിടേക്ക്, അതായത് റെഡ് വോളണ്ടിയേഴ്സ് അടക്കം പോലീസ് അടക്കം ഈ വാഹനത്തിന് വരാനുള്ള ഒരു വഴി ഒരുക്കുകയാണ്. നമുക്ക് ഈ ക്യാമറ ഒന്ന് പാൻ ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഭൗതികദേഹം വഹിച്ചുള്ള വാഹനം വരാനുള്ള വഴി കാണാം. അവിടെ നിന്ന് അവിടേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനത്തിരക്ക് അല്പം കുറവാണ്. വാഹനത്തിന് വരാനുള്ള വഴി ഇവിടെയുണ്ട്. അവിടെ ഒരു വശത്തേക്ക് ആളുകളെ നിയന്ത്രിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ മറു സൈഡിലേക്ക്, അതായത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ കവാടത്തിലേക്ക് എത്തുമ്പോഴാണ് വാഹനം അകത്തേക്ക് കയറാൻ, അല്ലെങ്കിൽ ഈ മൃതദേഹം അകത്തേക്ക് എടുക്കാനുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. അത് ഏത് വിധത്തിൽ ആളുകളെ മാറ്റും എന്നുള്ള വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ അങ്ങ് പോയാൽ, അതായത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ കവാടം കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ അതിങ്ങനെ അവസാനിക്കാത്ത നിരയാണ്. അത് തിരുവമ്പാടി ജംഗ്ഷനിലേക്കാണ് ഈ റോഡ് പോകുന്നത്. അവിടെ ആ ജംഗ്ഷനും പുറത്തേക്കുള്ള പ്രധാന പാതയിലും ഇതേ രീതിയിൽ തുടരുകയാണ്. വലിയ ഗതാഗത കുരുക്ക് പുറത്തെ റോഡിൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഇവരെല്ലാം നീണ്ട നിരയാണ്, കിലോമീറ്ററുകൾ നീണ്ട നിര ഈ തിരുവമ്പാടി ജംഗ്ഷനിൽ നിന്ന് പിന്നോട്ടേക്ക് കിടക്കുകയാണ്. ആ നീണ്ട നിര ഇവിടേക്കുള്ള ഒരു ഒഴുക്കാണ്. അത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുമ്പോൾ അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുന്ന ആളുകളുടെ തിരക്കാണ്. പക്ഷേ അവരിൽ എത്ര പേർക്ക്, ഈ വരി നിൽക്കുന്ന ആളുകളിൽ എത്ര പേർക്ക് അകത്തേക്ക് കയറാനാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. വളരെ നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ അരമണിക്കൂർ മാത്രമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ കൂടി നിൽക്കുന്ന ജനസഞ്ചയം, ഇപ്പോഴും നിലയ്ക്കാത്ത ഒഴുക്ക് പോലെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി സഖാക്കൾ, നാട്ടുകാർ, വിവിധ ദേശങ്ങളിൽ നിന്നെത്തുന്ന സാധാരണക്കാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ, ഇവരൊക്കെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ അരമണിക്കൂറിൽ പൊതുദർശനം ഒഴിവാക്കി മടങ്ങാൻ ഈ പാർട്ടി നേതൃത്വത്തിനാവുമോ എന്നുള്ള വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. എന്തായാലും വീട്ടിലെ 10 മിനിറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് സ്വാഭാവികമായും മുന്നോട്ട് ഏറെ നേരം നീണ്ടു. അതേ രീതിയിൽ തന്നെ ഒരുപക്ഷേ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനവും നീണ്ടുപോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോഴും നേതാക്കൾ അനൗൺസ് ചെയ്ത പ്രവർത്തകരെ, ജനങ്ങളെ ഇപ്പോഴും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ അനങ്ങാതെ ഇരമ്പിയാർക്കുന്ന, നമുക്ക് ഈ പിന്നിലേക്ക് നോക്കിയാൽ, അതായത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ആ ഭാഗത്തേക്ക്, അവിടെ നിന്ന് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് വലത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച തിരുവമ്പാടി ഭാഗത്തേക്കുള്ള റോഡ്. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇതേ രീതിയിൽ ഈ റോഡ് മുഴുവൻ ഇങ്ങനെ നടക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ജനത്തിരക്ക് ഇങ്ങനെ തുടരുകയാണ്. അതിനിടെയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ VSൻ്റെ ഭൗതികദേഹവും വഹിച്ചുള്ള വാഹനം അത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കും. അങ്ങനെ പ്രവേശിക്കുമ്പോഴാണ് വലിയ പ്രതിസന്ധി നമുക്ക് മുന്നിൽ കാണുന്നത്. ഈ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി എങ്ങനെ ആ വാഹന വ്യൂഹം
ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപത്തേക്ക് വരും എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. കാരണം ഇരുവശത്ത് എന്നല്ല, സ്മിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡ് തിങ്ങി നിറഞ്ഞ ആളുകളാണ്. ഒരു ബൈക്കിനോ ഒരു സൈക്കിളിനോ പോലും പോകാനാവാത്ത രീതിയിൽ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ആളുകളെ രണ്ടു വശത്തേക്കും വകഞ്ഞു മാറ്റാമെന്ന് കരുതിയാൽ അതും പ്രാവർത്തികമാകുന്ന ഒരു സാഹചര്യമല്ല നിലവിൽ ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നിലവിലുണ്ടാകും. എന്തായാലും അതിന് മുന്നോടിയായി ഈ അകത്തെ ആളുകളെ ഒരു വിധത്തിൽ നിയന്ത്രിക്കാൻ നിലവിൽ ചുവപ്പ് സേനയ്ക്ക് ആയിട്ടുണ്ട്. രണ്ടു വശത്തും ചുവപ്പ് സേന വോളണ്ടിയർമാർ കൈകൾ പിടിച്ച് ഒരു മതില് പോലെ നിൽക്കുകയാണ്. ആ വഴി ആളുകളെ മൃതദേഹമടക്കം അകത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവർ അകത്തേക്ക് വലിയ തിരക്കാണ് DC ഓഫീസിന് മുന്നിൽ. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.